ഹായ് എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള സ്ലോ പോയിസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഒരു 4 തരത്തിലുള്ള രീതികൾ ഞാൻ പറയുന്നുണ്ട്. ഈ രീതികളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പോകെ പോകെ ആ റിലേഷൻഷിപ്പ് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ 4 സ്ലോ പോയിസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയാത്ത തന്നെ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്നും അത് കിട്ടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അത് കിട്ടാതെ വരുന്ന സമയത്ത് നിരാശ ഉറപ്പായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ നിരാശ പിന്നീട് നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സന്റെ അടുത്തുള്ള ദേഷ്യമായിട്ടോ സ്നേഹക്കുറവായിട്ടോ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാതെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കണം എന്ന് വിചാരിക്കരുത്. പകരം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അതെല്ലാം അവരോട് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അൺസ്പോക്കൺ എക്സ്പെക്ടേഷൻ വെച്ച് പുലർത്തുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒന്നും തുറന്നു പറയാതെ പ്രതീക്ഷിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഐ എം റൈറ്റ് യു ആർ റോങ് എന്നുള്ള ചിന്ത. അതായത് ഞാൻ ശരിയാണ്, ഞാൻ മാത്രമാണ് ശരി, നിങ്ങൾ തെറ്റാണ് എന്ന് വിചാരിക്കുന്നത് വളരെ വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് ശരി, നിങ്ങൾ എപ്പോഴും തെറ്റ് മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങളാണ് അവിടെ തെറ്റുകാരൻ എന്ന് വിചാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്വാർത്ഥരായി മാറാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളിൽ നിന്ന് മാത്രം ചിന്തിക്കുക, അങ്ങനെ ചെയ്യരുത്. പകരം അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഭാഗവും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവരെപ്പോഴും തെറ്റ് മാത്രമാണ് ചെയ്യുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കൂടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നോ കോംപ്രമൈസ് ആണ്. അതായത് കോംപ്രമൈസിന് തയ്യാറാവാതിരിക്കുക എന്നുള്ളത്. ഇത് ഒരുപാട് പേരുടെ ഭാഗത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് ഇപ്പോൾ രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മേ ബി നമ്മളൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ സോറി പറയാനായിട്ടൊരു മടി കാണിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെക്കാൾ ചെറുതായി പോകുമോ, അല്ലെങ്കിൽ അവൻ എൻ്റെ തലയിൽ കയറി ഇരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് പറയാനായിട്ട് കഴിയില്ല. അതായത് ഒരു സോറി പോലും പറയാൻ നമുക്ക് തോന്നില്ല എന്നുള്ളതാണ്. സോറി പറയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ കോംപ്രമൈസ് ആവില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് ആ ഒരു പ്രശ്നത്തിന്റെ ബാക്കി ഉണ്ടാവരുത് എന്നുള്ളതാണ്. അന്ന് രാത്രിയോട് കൂടി തന്നെ ആ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയാം. ദെൻ അത് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ആവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് താഴ്ന്നു കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാവാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല, പകരം എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക. ഇപ്പോൾ ബന്ധങ്ങളിലെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവനാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉള്ളത്, അല്ലെങ്കിൽ അവളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. സോ അത് മനസ്സിലാക്കാനായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും തയ്യാറാവുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതിരിക്കുക. ദെൻ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവരെ അഭിനന്ദിക്കാൻ കൂടി ശ്രമിക്കുന്നതും വളരെ നല്ല കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഈ രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അത് കുറച്ചുകൂടി കാലം കഴിയുമ്പോഴത്തേക്കും ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ട്.
സോ അതിലേക്ക് കൊണ്ടുപോവാതിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഈ മിസ്റ്റേക്കുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ മാറ്റാനായിട്ട് കഴിയുള്ളൂ. സോ അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. റിലേഷൻഷിപ്പ് നിങ്ങളുടേതാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ, പ്രണയമാണെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്